ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടലിനായിട്ടുള്ള ഒരു ഓപ്പോണന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ കുറേ പ്ലേയേഴ്സ് നമ്മുടെ ഈ ഒരു ടീമിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട്. അപ്പോൾ മച്ചന്മാരെ ഞാൻ എന്തായാലും നമ്മുടെ ഡെയിലി ഗെയിമിൽ സർജിനോനെയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ ഇന്നത്തെ നമ്മുടെ മെയിൻ്റെനൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ കൊനാമിയുടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ ഒരു ഓപ്പോണന്റ് നോക്കാം മച്ചന്മാരെ. ഞാൻ ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ പോയി വെച്ചാൽ പറ്റും. ഇനിയിപ്പോൾ ഓൾറെഡി പുതിയ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഈ ഒരു ഓപ്പോണന്റ് എങ്ങനെ ഇടുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്, അതായത് നമ്മുടെ ഈ അടുത്ത് വന്ന രണ്ട് പാക്കുകളിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. അതായത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റാഫിൻ്റെ ഉണ്ട്, ബ്ലിറ്റ്സ് ആയിട്ടുള്ള രണ്ട് കാർഡും ഉണ്ട്, സലയും ഉണ്ട്, ബാറ്റിയും ഉണ്ട്. അപ്പോൾ ഒരു കിടലിനായിട്ടുള്ള ഒരു കോംബോയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ റാഫിൻ്റെയും അതുപോലെ ഈ ഒരു സലേൻ്റെയും ഈ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം വെച്ചാൽ എത്രത്തോളം നമ്മുടെ ഈ ഒരു ഓപ്പോണൻ്റെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓപ്പോണൻ്റാണ് വന്നിരിക്കുന്നത്. ക്യുക്ക് കൗണ്ടറാണ്. ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യുക്ക് കൗണ്ടറിനെ പറ്റിയ മാനേജർ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്കാണ് ഓൾറെഡി എൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. ഗ്യാസ്പറിനെയാണ് എൻ്റെ മാനേജർ. ഇപ്പം യൂസ് ചെയ്യുന്ന ഗ്യാസ്പറിനെയാണ് വെച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സുവാരസ് ടു ജെറാഡ് ടു നമ്മുടെ കാർലോസ് ടു ഗൈസ് ഗ്രീസ്മാനിലേക്ക് കിട്ടും. നോക്കണേ ക്ലൗസിനെ ഞാൻ കുറേ നമ്മുടെ ഒരു ഇതിൽ കളിച്ചിട്ട് വെച്ചാൽ മെസ്സി ടു കഫു ഗൈസ്. ഇപ്പം മെസ്സിയുടെ എല്ലാ ഏകദേശം കാർഡുകളും നമുക്ക് എ പൊസിഷനിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇറക്കേണ്ടവരൊക്കെ ഇറക്കുക കേട്ടോ, നല്ലൊരു ടൈമാണ് ഗൈസ്. അപ്പോൾ കഫു ടു നമുക്ക് നോക്കാം. കഫു ടു മെസ്സിയിലേക്കില്ല, കോസ്റ്റാട്ട കഫു ഓക്കെ. ബെക്കാണ് സർജിൻഹോ ടു ജെറാഡ് ടു നമ്മുടെ റോബർട്ട് കാർലോസ് ടു ഗൈസ്. ഇത് കിട്ടും നമ്മുടെ സർജിൻഹോ. നമുക്ക് നോക്കാം. സർജിൻഹോ ടു മെസ്സി ടു സുവാരസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് അടിച്ചു. എൻ്റെ പൊന്ന് ഗൈസ്, കോട്ടോയ്സ് ആണ് മച്ചാമാരെ, അവന്മാരുടെ ഗോളി കോട്ടോയ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. പക്ഷേ ഗൈസ് ഇപ്പം നമ്മുടെ സുവാരസിൻ്റെ പവർ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി എനിക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തേനെ പോലെയൊക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഡേവിഡ് ബെക്കാമാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബെക്കാമ ടു നമ്മളെന്തായാലും അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബെക്കാമ ടു കറക്റ്റ് ഗോളിലേക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു മെസ്സിക്ക് കിട്ടുമായിരിക്കുന്നു വെച്ചാൽ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടീമാണ് ഓപ്പോണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടൈറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ടോണി ആഡംസ് ടു കഫു ടു നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. മെസ്സി ടു ബെക്കാമ ടു നമ്മുടെ സർജിൻഹോ ഗൈസ്. സർജിൻഹോൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കൂടിയാട്ടോ. ഞാൻ ഓൾറെഡി സർജിൻഹോനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ ഒരു കാർഡ് എങ്ങനെ ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൽ നമ്മൾ ഡിബ്രൂണി പോകുന്നുണ്ട് വെച്ചാൽ എടാ ആരും ബ്ലോക്ക് ചെയ്യാൻ പോലും ഇല്ലേ മെസ്സി. അപ്പോൾ നമ്മൾ ഗൈസ് കിട്ടിയിട്ടുണ്ട് സർജിൻഹോ. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് പേനെ ഇറക്കുന്നുണ്ട്. ഡ്രോപ്പ് പേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാൻ ഇതിൽ ഡ്രോപ്പ് പേനെ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എത്ര ഡ്രോപ്പ് പേ ഉണ്ട് അതുപോലെ ഇതുവരെ കിട്ടാത്തവരൊക്കെ ഉണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടും വെച്ചാൽ ഓൾറെഡി എനിക്ക് കഴിഞ്ഞ ദിവസം ലൈവിലാണ് കിട്ടിയത്. എന്തായാലും നിങ്ങൾക്ക് കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് ബാറ്റ് റാഫിൻഹ ഗൈസ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം റാഫിൻഹ അടിച്ചു വെച്ചാൽ ഇപ്പോൾ അവന്മാർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. 11ാം നമ്പർ നമ്മുടെ ഈ ഇടയ്ക്ക് വന്ന റാഫിനെ അങ്ങ് പൂശിയിട്ടുള്ളവർ ഒരെണ്ണം അടിച്ചു. ഇനി നമുക്ക് നോക്കാം. ജെറാഡ് ടു റോബർട്ട് കാർലോസ് ടു നമ്മുടെ ഓക്കെ ഗ്രീസ്മാൻ ടു വീണ്ടും പോയി കഫു ഗൈസ്. അപ്പോൾ ഇതാ അടുത്ത നമ്മുടെ സല പോകുന്നുണ്ട്. പുതിയ കാർഡാണ് കേട്ടോ, ഓൾറെഡി ബിഗ് ടൈം കാർഡാണ് നമ്മുടെ സലയുടെ. മെസ്സി ടു ഒരു സ്റ്റണ്ണിങ് ഷോട്ട് വെക്കാമ്. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മൾ കറക്റ്റ് രക്ഷപ്പെട്ടു. കാരണം തൊട്ടടുത്ത റാഫിനെയും അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കോസ്റ്റ് കട്ട ഉണ്ടായിരുന്നു. എന്തായാലും അവന്മാർ അടിച്ചില്ല. അല്ല ഇപ്പം തന്നെ നമുക്ക് വീണ്ടും പണി കിട്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മച്ചാമനെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുക. നമുക്ക് നോക്കാം. മാനുവൽ ന്യൂയോർ ടു നമ്മുടെ കഫുലേക്ക് ഗ്രീസ്മാൻ ഓക്കെ. ലൂയിസ് സുവാരസ് ക്ലൗസ് പണിയാണല്ലോ മച്ചാമനെ. വീണ്ടും റാഫിനേക്ക് കൊടുത്തിട്ടില്ല. കഫു ടു ബെക്കാമ് ബ്ലോക്കാണല്ലോ ഗൈസ്, പോയി ഗൈസ്. അപ്പോൾ അറിയാണ്ട് ത്രൂ പാസ് പോയി പാസ് കൊടുക്കേണ്ട ത്രൂ പാസ് അടിച്ചു പോയി. എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. കോസ്റ്റ് കട്ട ടു റാഫിൻഹ ടു വീണ്ടും കോസ്റ്റ് കട്ട ക്ലൗസ് നമ്മൾ കുറേ മച്ചവരെ ഓൾറെഡി നിങ്ങൾക്കുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്ലൗസൊക്കെ എനിക്ക് ക്ലൗസ് ഇല്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന പെലയൊക്കെ വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു എനിക്ക് കാർഡ് എടുക്കണം ഗൈസ്. അപ്പോൾ റോബർട്ട് കാർലോസ് ടു നമ്മുടെ ഇവിടെ ഇത് പണിയാവും ഇപ്പോൾ ഗൈസ്. ഓക്കെ ബാറ്റിയാണ് ഇവന്മാരെടുത്തേക്കുന്ന കോംബോ. പോസ്റ്റാട്ട ഗൈസ് ഒരു കിടിലൻ ഷോട്ടായിരിക്കും മിക്കവാറും. ഓക്കെ സ്റ്റണ്ടിങ് അടിച്ചാൽ പക്ഷേ പുറത്തേക്ക് പോയി വെച്ചാൽ എന്തായാലും മാനുവൽ ന്യൂയോർ ടു നമുക്ക് നോക്കാം. ഹാഫ് ടൈം ഇപ്പോൾ ആവും. ഗ്രീസ്മാൻ ഗൈസ്. എന്തായാലും നമുക്ക് ഇതൊരു കിടിലൻ മാച്ചാണ്, ഉറപ്പായിട്ട് നമുക്ക് പൊളിക്കണം. സുവാരസ് ടു സർജിൻഹോ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ഓക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അടിച്ചോ എടുത്ത് എന്താണ് ഗൈസ്. കോസ്റ്റാട്ട ബാക്കിൽ നിന്ന് വലിച്ചു. അതുകൊണ്ട് ആ ഒരു ഷോട്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ല. അല്ല നല്ല പണി കിട്ടി.
റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഗ്രീസ്മാൻ ടു മെസ്സി. ഗൈസ് ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നത്. ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു ബെക്കാം, ഓക്കെ അല്ലേ? മെസ്സി ടു ബെക്കാം ടു നമ്മുടെ സുവാരസ്. അവിടെ ഇവിടെ കറക്കാനൊന്നും സമ്മതിക്കില്ല. ഓക്കെ സുവാരസ്, എൻ്റെ പൊന്ന് ഗൈസ് ഒരു കിടിലൻ ഷോട്ടായിരുന്നു. ഗോളി കോട്ടോയ്സ് അവന്മാർക്ക് രക്ഷകനായി വന്നു. അപ്പം മച്ചാമാരെ ഓൾറെഡി നമ്മുടെ മാനുവൽ ന്യൂറിൻ്റെ ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ കിടിലൻ കാർഡാ മച്ചാമാർ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാർഡുകളൊക്കെ പൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. സ്ഥലമുണ്ട് മച്ചാമാരെ. മെസ്സി ഓക്കെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അവന്മാർ ഒരു ഗോളിൽ ലീഡിലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടിച്ചു തുടങ്ങാം. കാരണം ഓൾറെഡി 4 ഷോട്ടാണ് അവർ അടിച്ചേക്കുന്നത്, നമ്മൾ 2 ഷോട്ടേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ബെക്കാം ടു നമ്മുടെ ബാറ്റി കോംബോയാണ് ഇവർ. സെർജിൻഹോ ടു നെയ്മറിനെ ഇറക്കിയിട്ടോ മച്ചാമാരെ നമ്മൾ. ഓക്കെ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. സുവാരസ്, നമുക്കിത് അടിക്കണം. സുവാരസ് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ 47 മിനിറ്റിൽ ഒരു ഗോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സുവാരസ് അടി തുടങ്ങി, നമ്മുടെ മെസ്സി അസിസ്റ്റ്, നമ്മുടെ നെയ്മർ പാസ്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ മാച്ചായിരുന്നു, അല്ല കിടിലൻ ഗോളായിരുന്നു മച്ചാമാരെ. അപ്പോൾ ബെക്കാം നമുക്ക് നോക്കി നോക്കാം. ബെക്കാം ടു നെയ്മർ ടു നമ്മുടെ മെസ്സി ടു ഗൈസ് ക്ലൗസ് ആണ് മച്ചാമാരെ. ക്ലൗസ് ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബെക്കംബർ ടു കഫു, അതുപോലെ സെർജിൻഹോ ടു നമ്മുടെ മെസ്സി എന്താ ഇവന്മാരെ അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. വീണ്ടും സാബി അലോൺസോ ടു നമ്മുടെ നെയ്മർ. കഫു ഒക്കെ അവിടെ നല്ലോണം വീഴ്ത്തിയടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസ് ടു കുറച്ചു നേരം കറക്കി നോക്കാം. 56 മിനിറ്റ് ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഗോൾ അടിക്കണം. സാബി അലോൺസോ ടു ബെക്കാം. ഓക്കെ സെർജിനോക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോട്ട് അടിച്ചു നോക്കാം. അതെന്താ ഗൈസ്, ഞാൻ വിചാരിച്ചു തൊട്ട് പോസ്റ്റിൽ കർവ് ചെയ്ത് കയറുമെന്ന് വിചാരിച്ചു. അതാ ഞാൻ അങ്ങനെ അടിച്ചു. പക്ഷേ മച്ചാമാരെ അത് പോയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. കോട്ടോയ്സ് ടു നമ്മുടെ ഗൈസ് ഇത് കിട്ടുമെന്ന് തോന്നുന്നു. സാബി ഗൈസ് ഇപ്പോൾ സാബി അത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. സാബി ടു നമ്മുടെ സുവാരസ് ടു റോബർട്ടോ കാർലോസ് ടു നമ്മുടെ നെയ്മർ ടു സുവാരസ്. ഈ ഗൈസ് ഇവന്മാർ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് പ്ലേയേഴ്സ് ലോക്കായി നിൽക്കുന്നത്. ഒരു അനക്കമില്ല കണ്ടോ, ഒരു അനക്കം ഇല്ലാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവന്മാർ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് എങ്ങനെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു സെലക്ഷൻ ഓർഡറാക്കി നിന്ന് എടുത്തവരെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് നമ്മുടെ മൈനർ. അപ്പോൾ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, മെയ് 10 മച്ചാമാരെ ഡിബ്രൂയിൻ്റെ ഷോട്ട്. ഇപ്പോൾ ഒരു പണിയങ്ങ് കിട്ടിയാൽ നമുക്ക്, കാരണം ലാസ്റ്റ് ടൈമായിരുന്നു ഗൈസ്. അപ്പോൾ മാനുവൽ ന്യൂർ ടു നമുക്ക് നോക്കാം. ഒരു കിടിലൻ ഗോളൊക്കെ ഇനി നമുക്ക് ആക്കണം എന്തായാലും ഗൈസ്. ഒരു കമ്പാക്ക് അടിച്ച് വരണം. ഓക്കെ മെസ്സി ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസോ ടു നമ്മുടെ നെയ്മർ ഗൈസ്. ഇത് നമുക്ക് അടിക്കണം. നെയ്മർ ഒരു ഷോട്ട്. എടാ എന്താ ഇത്, എൻ്റെ പൊന്നു മച്ചാമാരെ എന്താണ് അത് പറ്റിയ? കഫു ടു പോയി കോർണർ. എടാ ഞാൻ വലിച്ചടിച്ചിട്ട് അത് പോയില്ലോ. ബെക്കാം അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. നമ്മൾ മുസൈലിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കാം. റോബർട്ടോ കാർലോസ് ടു കഫു ടു നമ്മുടെ ബെക്കാം. എടാ ഇതെന്താ നെറ്റ് പോയാ? ഇല്ല പോയിട്ടില്ല. റാഫിൻഹ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. കഫു ടു ഒരു ത്രൂ പാസ്. സാബി ടു നമ്മുടെ സുവാരസ്. നെക്സ്റ്റ് സല ഗൈസ്. സല നമുക്ക് നോക്കി നോക്കാം ഗൈസ്. സല വരുന്നുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ് ബിഗ് ടൈം സലയാണ്. ഡബിൾ ബൂസ്റ്റർ. ഓക്കെ ഒരു ഷോട്ട് മച്ചാമാരെ പുറത്തേക്കാണ് അടിച്ചു പോയത്. പക്ഷേ ഒരു സ്കില്ല് ചെയ്തിട്ട് കർവ് ചെയ്തിരുന്നെങ്കിൽ മിക്കവാറും ഗോൾ കയറിയാണ്. കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ ആരും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഡ്രോപ്പേനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ. അപ്പോൾ ഡ്രോപ്പ നമ്മുടെ നെയ്മർ ആ ഒരു കോംബോയാണ്. മുസൈല മച്ചാമാരെ ഓൾറെഡി 2 പേര് മുസൈല ഇറക്കിയിട്ടുണ്ട്. അടുത്തൊരു ചാൻസ് ഉണ്ട്. സല ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ എടുത്തിട്ടുണ്ട് മച്ചാമാരെ. ബെക്കംബർ ഗൈസ് അപ്പോൾ എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ നെയ്മർ ഓക്കെ സ്കില്ല് ചെയ്ത് കയറിയിട്ടുണ്ട്. ഓക്കെ റോബർട്ടോ കാർലോസ് ടു നമ്മുടെ നെയ്മറിലേക്ക് തന്നെ വീണ്ടും ഗൈസ്. ഓൾറെഡി അവിടെ മുസൈലേക്ക് കൊടുക്കാത്ത കേട്ടോ. നമുക്കൊരു മുസൈലേക്ക് വീഴുന്നുണ്ട് അവിടെ ഗൈസ്. അപ്പോൾ ബെക്കംബർ ടു നെയ്മർ ടു എടാ കൂപ്പോ റാഫിൻഹ ബെക്കംബർ എടുത്തു മച്ചാമാരെ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. കവാനി ഗൈസ് ഞാൻ ഓൾറെഡി കവാനിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം മച്ചാമാരെ ഓൾറെഡി നിങ്ങൾ എന്താ പറയുക ബൂസ്റ്റർ അനുസരിച്ചായിരിക്കും നമ്മുടെ കവാനിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. അതിപ്പോൾ ബൂസ്റ്റർ നോക്കിയിട്ട് മാത്രം ചെയ്യുക കേട്ടോ. കഫു ടു കോസ്റ്റേട്ടാ മച്ചാമാരെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബെക്കാം ടു മുസൈല ടു നമ്മുടെ സാബി ടു ഗൈസ്. ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡ്രോപ്പ ടു മുസൈല. ഓക്കെ ഷോട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മുസൈല അങ്ങനെ ഒരു ഗോളോസ് ഇട്ടിട്ടുണ്ട് മച്ചാമാരെ. കംബാക്ക് ഗോൾ വിത്ത് എൻ്റെ പൊന്ന് ഗൈസ്. ഒരു കിടിലൻ ഫോർബാക്ക് കാർഡാണ് മുസൈലിൻ്റെ. കാരണം ഞാൻ അത്യാവശ്യം മച്ചാമാരെ യൂസ് ചെയ്യുന്നൊരു കാർഡാണ്. കാരണം എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല
എന്താ പറയുക ഇമ്പാക്റ്റ് കിട്ടിയൊരു കാർഡാണ്. കാരണം ഞാൻ ഏകദേശം ഒരു 3-4 മാച്ച് ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ അസിസ്റ്റും ഈ ഒരു മാച്ചിലാണെന്ന് എനിക്ക് രണ്ടാമത്തെ ഗോളാണ്. പക്ഷേ അസിസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം പെർഫോമൻസ് ഉള്ളൊരു കാർഡാട്ടോ ഗൈസ്. അപ്പോൾ ഡേവിഡ് വില്ലിനെ അവന്മാർ ഇറക്കിയിട്ടുണ്ട് തോന്നുന്നു. ബെക്കാം ടു കുബോ. എടാ മച്ചാൻ ഇത് എന്താ പിടിക്കണേ? എടാ ഈ വില്ല അതാ അവന്മാർ കയറി എൻ്റെ മാനേജറെ ഗൈസ്. അപ്പോൾ അവന്മാർ കമ്പാക്ക് അടിച്ച് എന്നെ പൊന്നു. അത് നമ്മുടെ അശ്രദ്ധ കാരണം മച്ചാൻ വരെ 10 സെക്കൻഡ് കൊണ്ട് ഇവന്മാർ ഗോൾ അടിച്ച് എൻ്റെ പൊന്ന് ഗൈസ്. അപ്പം എന്തായാലും ഇതൊരു വല്ലാത്ത കമ്പാക്ക് ഗോളായിപ്പോയി. ഞാൻ അടിച്ചപ്പോൾ തന്നെ ഇതാണ് നമ്മൾ ഓൾറെഡി കേസ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ പോയി, ടൈറ്റ് മാർക്കറ്റിംഗ് പോയി, ഡിഫെൻഡിങ് പോയി, എല്ലാം പോയി. ഡ്രോപ്പ് ഇനിയിപ്പോൾ എന്തായാലും വെച്ചാൽ എനിക്കൊന്നും അധികം ടൈമില്ല മുസൈല ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ മാച്ചായിരുന്നു. നമ്മൾ ആ ലാസ്റ്റ് ടൈം നോക്കിയായിരുന്നെങ്കിൽ ആ ഒരു ഗോൾ കയറില്ലായിരുന്നു. എന്തായാലും പോയത് പോയി. അപ്പോൾ എന്തായാലും മച്ചന്മാർ നിങ്ങൾ ഇപ്പോൾ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലൈവ് ഉണ്ട് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ. അപ്പം ഷോട്ട് നോക്കുകയാണെങ്കിൽ 6 ഷോട്ടാണ് മച്ചാന്മാരെ നമ്മൾ അടിച്ച 2 എണ്ണം ഓൾറെഡി ഇവരുടെ ഗോള് കോട്ടോയ്സ് ആയതുകൊണ്ടാണ് സേവ് ചെയ്തില്ലായിരുന്നു. ഒരു ഗോൾ എന്തായാലും മസ്റ്റ് കയറിയതിന് കാരണം നമ്മൾ സുവാരസിനെ കൊണ്ട് അത്യാവശ്യം സ്റ്റണ്ടിങ് അടുപ്പിച്ചായിരുന്നു. അപ്പം എന്തായാലും മച്ചാന്മാരെ റാഫിനെയും അതുപോലെ നമ്മുടെ സലയും ഒരു ബിഗ് ടൈം ഉള്ളൊരു ഓപ്പോണന്റ് ആണ് വന്നത്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.